ഷാലോം ടി വി പ്രേക്ഷകർക്ക് ലവ് ഡേയിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. സ്നേഹത്തിൻ്റെ സന്തോഷം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ ചാക്രിക ലേഖനം കുടുംബജീവിതത്തിൽ അനുദിന കർമ്മങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സഹായമാവുക, പ്രോത്സാഹനമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ രേഖ രചിച്ചിരിക്കുക. കുടുംബ ബന്ധങ്ങളിൽ ഒരുപാട് ഊഷ്മളത പകരുന്ന ചർച്ചകളും ചിന്തകളുമാണ് ഈ ലവ് ഡേയിൽ എന്ന ഈ പ്രോഗ്രാമിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏവരെയും ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വിശിഷ്ട അതിഥികളെ പരിചയപ്പെടാം. നമുക്ക് ആദ്യമായി നമ്മളിന്ന് പരിചയപ്പെടുന്നത് നമുക്ക് ഏറെ സുപരിചിതനായ സെൻറ് തോമസ് കോളേജിൻ്റെ മുൻ വൈസ് പ്രിൻസിപ്പളും വചനപ്രഘോഷകനും തൃശ്ശൂർ അതിരൂപതയുടെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റുമായിരിക്കുന്ന KM ഫ്രാൻസിസ് മാഷിനെ ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് വർഗീസ് കുത്തൂരച്ചനെയാണ്. അച്ഛൻ കുടുംബ പ്രശ്നങ്ങളിൽ സ്നേഹത്തോടെ ഇടപെടുകയും ഫാമിലി അപ്പോസ്റ്റലേറ്റിൻ്റെ മുൻ ഡയറക്ടറുമായ അച്ഛനാണ്. അച്ഛൻ ഇപ്പോൾ സെൻറ് തോമസ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് മാനേജർ കൂടിയാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി സിസ്റ്റർ നീമ ഗ്രേസ് തിരുക്കുടുംബ സന്യാസ സമൂഹത്തിലെ അംഗമാണ്. ഒരുപാട് കുടുംബജീവിതങ്ങളിൽ ഒരുപാട് പേർക്ക് ആശ്വാസമായി തീരുന്ന സിസ്റ്ററെ ഈ ചർച്ചയിലേക്ക് ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സ്നേഹത്തിൻ്റെ സവിശേഷതകൾ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു. പൗലോസ്ലീഹായുടെ കീർത്തനത്തിലെ വളരെ പ്രധാനപ്പെട്ട സ്നേഹത്തിൻ്റെ ഒരു സവിശേഷതയാണ് സ്നേഹം സത്യത്തിൽ ആഹ്ലാദിക്കുന്നു. സ്നേഹം സത്യത്തിൽ ആഹ്ലാദിക്കുന്നു. ഈ ഒരു സ്നേഹത്തിൻ്റെ സവിശേഷതയെക്കുറിച്ച് നമ്മൾ ഇന്ന് ഈ ചർച്ചയിൽ നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കുന്നു. ഈ ചർച്ചയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എപ്പോഴും നമ്മൾ സ്നേഹത്തെ സത്യത്തിൽ ആഹ്ലാദിക്കുന്നവരല്ലേ. പിന്നെ പ്രത്യേകമായി ഈ ഒരു സ്നേഹത്തിൻ്റെ സവിശേഷതയായി ഈ സത്യത്തിൽ എന്തുകൊണ്ട് ആഹ്ലാദിക്കണമെന്ന് മാർപ്പാപ്പ പറയുന്നത് എന്തുകൊണ്ടാണ്? സ്നേഹമില്ലെങ്കിൽ സത്യത്തിൽ ആഹ്ലാദിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതാണ് ഡോക്ടറുടെ ചോദ്യം. ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ടത് മനുഷ്യന് തിന്മയിലേക്ക് ഒരു ചാച്ചിലുണ്ട്. ആ ചാച്ചിലാണ് നാം സ്നേഹം കൊണ്ട് അതിജീവിച്ചെടുക്കേണ്ടത്. ഇപ്പം സത്യത്തിൽ ആഹ്ലാദിക്കുക എന്ന ഈ പദത്തെ, ഈ ഒരു ഭാഗത്തെ മാർപ്പാപ്പ തന്നെ വിശദീകരിക്കുന്നത് കുറച്ചും കൂടി ലളിതമായിട്ട് നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വിശദീകരിക്കണം. ഉദാഹരണമായിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളിലും ഭാര്യയുമായിട്ട് ഞാൻ യോജിക്കുന്നില്ല. അപ്പോൾ അനേക കാര്യങ്ങളിൽ എനിക്ക് പിണക്കുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് അവൾ അനുസരിക്കുന്നില്ല. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി കുറച്ച് കഴിയുമ്പോൾ എൻ്റെ മകൾക്ക് അവളുടെ ഒരു പരീക്ഷയിൽ പരാജയം പറ്റുന്നു. അല്ലെങ്കിൽ എൻ്റെ ഭാര്യ പറഞ്ഞ ഒരു കാര്യം എൻ്റെ മകള് അനുസരിക്കാതെ ഭാര്യയ്ക്ക് ദുഃഖമുണ്ടാകുന്നു. അങ്ങനെ ഭാര്യയ്ക്ക് മകള് ഒരു പരാജയം ഉണ്ടാകുമ്പോൾ ഞാനും ഭാര്യയും തമ്മിൽ വഴക്കാണെങ്കിൽ ഞാൻ ഉള്ളിൽ പറയുന്നത് എന്താണെന്നറിയൂ? നിനക്ക് പാകണ്ടി അതൊക്കെ ഞാൻ അന്ന് പറഞ്ഞില്ലേ, അപ്പോൾ മനസ്സിലായില്ലേ അനുഭവിച്ച നീ. യഥാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും കാരണം ഭാര്യ പരാജയപ്പെടുമ്പോ ഭാര്യയോട് സ്നേഹിക്കുന്ന ഒരുവനെ എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? ഈ ഒരു യാഥാർത്ഥ്യത്തെയാണ് പരിശുദ്ധ പിതാവ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇത് ഭാര്യയോട് മാത്രമല്ല, നമ്മുടെ സഹോദരന്മാരോട്. ഭാര്യ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ചില ബന്ധു വീടുകളിലായിരിക്കാം. അവിടെ ഒരു നന്മയുണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എൻ്റെ ഈ അടുത്തവരുണ്ടായ ഒരു കപ്പിളോ എന്ന് പറഞ്ഞ കാര്യമാണ്. അവർക്ക് 2 പെൺമക്കളാണ്. അവർ തമ്മിൽ ഏജ് വ്യത്യാസമുണ്ട്, ഒരു 5-8 വർഷമുണ്ട്. ഇളയ മകൾക്ക് അവർ തമ്മിൽ എവിടെയോ മൂത്ത മകൾക്ക് തോന്നൽ ഇളയ മകളെ കൂടുതൽ സ്നേഹിക്കുന്നു എന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ കുടുംബങ്ങളിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇളയ മകള് SLCക്ക് നല്ല മാർക്ക് കിട്ടി ജയിച്ചു. മൂത്തവള് ഒരു ജോലിയൊക്കെ ചെയ്യാണ്. അവിടെ നിന്ന് ശനിയാഴ്ചകൾ വന്നിട്ട്
ഇളയവളെ ഒന്ന് അഭിനന്ദിക്കാൻ പോലും അവൾക്ക് പറ്റുന്നില്ല. അതിന് പകരം അവള് വേറെ ചില കാരണങ്ങളൊക്കെ കണ്ടെത്തി കുറ്റപ്പെടുത്താൻ തുടങ്ങുകയാണ്. അപ്പൊ അവിടെയാണ് വാസ്തവത്തിൽ ഒരു സന്തോഷാനുഭവം ഉണ്ടാകുന്നില്ല. അതിന്റെ കാരണം സ്നേഹം ഉള്ളിലെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വേറൊരാളുടെ ഒരു നന്മയിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റണില്ല അല്ലേ? ശരിക്ക് ക്രൈസ്തവികത, ഞാൻ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ അസൂയയെ നിർവചിക്കുന്നുണ്ട്. അസൂയ എന്നാൽ എന്താണ്? അതിനെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്: മറ്റൊരുത്തന് സന്തോഷം ഉണ്ടാകുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാവുകയും മറ്റൊരുത്തന് ദുഃഖമുണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാവുകയും ചെയ്യുന്നതാണ് അസൂയ എന്നാണ് കത്തോലിക്ക സഭയുടെ സാർവത്രിക വേദോപദേശം വ്യാഖ്യാനിക്കുന്നത്. അതിൻ്റെ നേർ വിപരീതമാണ് കൂട്ടായ്മയുടെ അനുഭവം എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. കാരണം മറ്റുള്ളവന് സങ്കടമുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവുക, മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുക. അപ്പോൾ ഭാര്യയ്ക്കോ മക്കൾക്കോ ഭാര്യയുടെ ബന്ധുവീട്ടുകാർക്കോ സഹോദരന്മാർക്കോ എന്തെങ്കിലും നന്മയുണ്ടാകുമ്പോൾ അതിലൊരു ആഹ്ലാദം നമ്മൾ പങ്കുവയ്ക്കുന്നത് വീട്ടിൽ കേൾക്കണം കുട്ടികൾ. അങ്ങനെ കുട്ടികൾ കേട്ടിട്ടാണ് അവർ തമ്മിൽ തന്നെ എന്തുണ്ടാവുക, ഒരു സൗഹൃദം ഉണ്ടാവുക. ഇപ്പോൾ എൻ്റെ ഭാര്യ വീട്ടിൽ എന്തെങ്കിലും തകർച്ച ഉണ്ടാകുമ്പോൾ അതിൽ ഞാൻ സന്തോഷിക്കുന്നത് എൻ്റെ മകൻ കണ്ടാൽ അവൻ പിന്നെ അവൻ്റെ സഹോദരിക്ക് ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ ഇത് തന്നെ ചെയ്യും. അല്ല, വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ രണ്ട് ഭാഗത്തും വളരെ വ്യക്തമായിട്ട് പറയുന്നതല്ലേ? ധൂർത്തപുത്രൻ്റെ ഉപമയിൽ പറയുന്നത് അത് തന്നെയാണ്. മൂത്ത മകൻ തിരികെ വന്നപ്പോൾ ഇളയ മകൻ വന്നതിൽ സന്തോഷിക്കുന്ന പിതാവിനെ അംഗീകരിക്കാൻ പറ്റാതെ വരുന്നു. അത് വല്ലാത്ത ഒരു മാനസിക പ്രയാസം അവനുണ്ടാക്കും. ഒരു സത്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ആ സ്നേഹക്കുറവ് കൊണ്ട് തന്നെയാണ് അവനത് അതിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. ആ ഒരു സ്നേഹവും സത്യവും ഒരുമിച്ച് പോണ്ട യാഥാർത്ഥ്യങ്ങളാണെന്ന്. ഈ മറ്റുള്ളവരുടെ നന്മയിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റാത്തതുകൊണ്ടാവും ചിലപ്പോൾ നമ്മൾ ഈ കുറ്റം പറയാനൊക്കെ ഉള്ള ഒരു പ്രവണത അല്ലേ? ഒരുപാട് അങ്ങനത്തെ ഒരു പ്രവണത നമ്മുടെ കുടുംബത്തിൽ. സ്നേഹം എവിടെ കുറയുന്നോ അവിടെ ഈ കുറ്റം പറച്ചിൽ കൂടും. ആ ആളുടെ അസാന്നിധ്യത്തിലായിരിക്കും മിക്കവാറും ഈ കുറ്റം പറച്ചിലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഭാര്യയെക്കുറിച്ച് സ്നേഹക്കുറവ് സംഭവിച്ചാൽ ഭർത്താവ് എന്ത് ചെയ്യും? ഭർത്താവിൻ്റെ കുടുംബക്കാരോട് കൂടെ നിന്ന് അവളെക്കുറിച്ച് അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷം. അത് മറിച്ച് ഭാര്യ തിരിച്ച് ഈ ഭർത്താവ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നറിഞ്ഞിട്ടും അവള് ഭർത്താവിനോട് സ്നേഹപൂർവ്വം പെരുമാറുന്നത് കാണുമ്പോൾ ആ ഭർത്താവിനുണ്ടാവുന്ന ഒരു അന്താളിപ്പുണ്ട്. അത് പലപ്പോഴും കൗൺസിലിംഗ് സെന്ററിൽ ഞാൻ സാക്ഷ്യം വഹിക്കാറുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും അവൾ അങ്ങനെ പറയുള്ളൂ, അത് അങ്ങനെയാണെന്ന് തറപ്പിച്ച് പറഞ്ഞിരിക്കുമ്പോൾ ഈ ഭാര്യ വളരെ സ്നേഹത്തോടു കൂടി പറയും, അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ നിന്നെ എന്തോരം സ്നേഹിക്കണേ നിനക്കറിയാന്ന് പറഞ്ഞാൽ അവള് നിങ്ങളെ എനിക്ക് ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഇങ്ങനെ ഇടും. ഈ ചെയ്യണതൊക്കെ നീ മനസ്സിലാക്കിയില്ല എന്നിങ്ങനെ പകച്ചിരിക്കുന്ന ഒരവസ്ഥ പലപ്പോഴും കൗൺസിലിംഗ് സെന്ററിൽ ഞാൻ കാണാറുണ്ട്. അപ്പോൾ സത്യമുണ്ട് എന്ന് മനസ്സിലാക്കുകയും അത് അങ്ങനെ അല്ല എന്ന് സ്ഥാപിക്കാനുള്ള ത്വരയുമാണ് ഇപ്പോൾ ദമ്പതികളിൽ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാസ്തവം. ഒരു ഡോക്ടർ ദമ്പതികൾ എനിക്ക് പരിചയമുണ്ട്. വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ ദമ്പതികളാണ് അവർ. അവർക്ക് ഏക മകനാണ്. അപ്പോൾ ഒരാൾക്ക് മകനെ നാട്ടിൽ പഠിപ്പിക്കണം, മറ്റൊരാൾക്ക് മകനെ ചെന്നൈയിൽ പഠിപ്പിക്കണം. അങ്ങനെയാണ് അവരുടെ തമ്മിലുള്ള ഒരു പ്രശ്നം. അപ്പോൾ ഭർത്താവ് പറഞ്ഞു അവൻ അവിടെ വിട്ടു കഴിഞ്ഞാൽ അവൻ നാശാവും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു അവൻ ഓൾറെഡി ഇവിടെ നിന്നിട്ട് നാശമായിട്ടാണ് ഇരിക്കണേ, അവൻ എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ പോയിട്ട് നന്നായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഇവനെ വിട്ടതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ എപ്പോഴും വഴക്കിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഒടുവിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ മകൻ അവരുടെ ഗ്രൂപ്പൊക്കെ കൂടി ഒരു ബാച്ചിലർ പാർട്ടിയൊക്കെ കൂടിക്കഴിഞ്ഞ് അവർ തിരിച്ചു വരുന്ന വഴിക്ക് കാറ് മറിഞ്ഞ് പുഴയിൽ വീണ് അവൻ മരിക്കുകയാണ്. സാധാരണ ആ സമയത്ത് എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാകേണ്ട വികാരം വല്ലാത്തൊരു അവസ്ഥയാണല്ലേ, സങ്കടം എന്തൊക്കെയാന്ന് പറയാൻ പറ്റില്ല. ആ സമയത്ത് ഈ അപ്പൻ ഡോക്ടർ ഭാര്യയോട് പറയണേ, കണ്ടില്ലടി നിന്റെ മോനെ നീ ചെന്നൈയിൽ വിട്ട് പഠിപ്പിച്ചിട്ട് എൻ്റെ മോനെ നീ കൊന്നില്ലേ എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ഞങ്ങൾ ആ വീട്ടിൽ കയറി ചെല്ലണത്. അപ്പോൾ അത്രമാത്രം യാഥാർത്ഥ്യത്തിന് അംഗീകരിക്കാൻ പറ്റാതെ കുറ്റപ്പെടുത്താൻ അത്രയും ഇതായിട്ടുള്ള സമയം പോലും അവർ പ്രയോഗിക്കുന്നു എന്നുള്ളത്. ഈ നീതിയിൽ സന്തോഷിക്കുന്നു, മറ്റുള്ളവർ വാക്കിൽ പറഞ്ഞാൽ മറ്റുള്ളവരുടെ മഹത്വം നാം കാണുകയും അവരെ കഴിവുകളെ സത്പ്രവൃത്തികളെ നാം വിലമതിക്കുകയും ചെയ്യുമ്പോൾ നാം അവരുടെ നന്മയിൽ സന്തോഷിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സത്യത്തിൽ ആഹ്ലാദിക്കുന്നുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ എൻ്റെ സഹോദരൻ്റെ മകന് ഒരു നന്മയുണ്ടാകുമ്പോൾ, എൻ്റെ അടുത്ത വീട്ടിൽ എൻ്റെ അയൽവക്കത്തെ വീട്ടിൽ ഒരു നന്മയുണ്ടാകുമ്പോൾ
അതിലെനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ അയൽപക്കത്ത് മോശമായൊരു വാർത്ത കേൾക്കുമ്പോൾ എനിക്ക് അതിൽ സന്തോഷമാണോ തോന്നാറുള്ളത്? ഇത് എല്ലാവരും, ഇത് കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാരണം സത്യത്തിൽ സ്നേഹം എപ്പോഴും സത്യത്തിൽ ആഹ്ലാദിക്കുന്നതാണ്. ഈ കർത്താവ് പറയുന്ന ഒരു ഉപമയുണ്ടല്ലോ, ജോലി സ്ഥലത്ത് പല സമയത്ത് വന്നവര്. വാസ്തവത്തിൽ എല്ലാവർക്കും സന്തോഷമുണ്ടാകേണ്ടതാണ്, കാരണം എല്ലാവർക്കും കൂലി കൊടുക്കുന്നു. പക്ഷെ ചിലർക്കെങ്കിലും അവിടെ വലിയ സന്തോഷമല്ല. തനിക്ക് അർഹതപ്പെട്ട കൂലി കിട്ടിയിട്ടും സന്തോഷമില്ല. കാരണം എന്താ? മറ്റുള്ളവർക്ക് അവരെ വളരെ വൈകി വന്നവരാണ്, അവർക്കും എന്നെ പോലെ കൂലി കൊടുത്തു. എന്തിനാ? ശരിക്കുള്ള സ്നേഹമാണെങ്കിൽ അവർക്കും കൂലി കിട്ടിയല്ലോ, അവരും ജീവിക്കേണ്ടതല്ലേ എന്നൊക്കെ ചിന്തിക്കാമായിരുന്നു. പക്ഷെ അത് സാധിക്കുന്നില്ല, കാരണം യഥാർത്ഥ സ്നേഹം നഷ്ടപ്പെടും. ഇവിടെ മറ്റൊരു പ്രശ്നം കാണുന്നത് ബൈബിളിനെ തന്നെയുള്ള തെറ്റായ വ്യാഖ്യാനമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ബന്ധുക്കളിൽ ആരെങ്കിലും നമ്മളെ ചിലപ്പോൾ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ അവഗണിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മകൻ ആക്സിഡൻറ്റ് പറ്റി കിടക്കുകയാണെന്ന് കരുതുക. കാറിടിച്ചു, കാരയ്ക്ക് കീഴ്പ്പെട്ട് പാരലൈസ്ഡായി. അപ്പം നമ്മളിവിടെ ഇരുന്ന് പറയുന്നത് ദൈവം അവന് ഒരു കൊട്ടു കൊടുത്തതാണ്. ദൈവത്തിന് എല്ലാവരെയും സ്നേഹിക്കാനേ കഴിയൂ. ദൈവം സ്നേഹമാകുന്നു എന്ന സത്യത്തിന് വിരുദ്ധമാണ് ആ പ്രസ്താവന. സാധാരണ ജനങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാഷി പറഞ്ഞ കാര്യം മാത്രമല്ല, വേറൊരു കാര്യമുണ്ട്. ഈ സത്യത്തിൽ ആഹ്ലാദിക്കാൻ പറ്റാത്തത് കൊണ്ട് പലരും എന്ത് ചെയ്യണു? ദൈവത്തിലല്ല ആഹ്ലാദിക്കുന്ന, സത്യത്തിലല്ല. അതിന് പകരമാണ് ഈ വീടുകളിൽ പലപ്പോഴും ഈ കുറ്റം പറച്ചിലുകൾ. ആ കുറ്റം പറച്ചിലിനെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു വേദിയാണ് ഇന്നത്തെ പല TV ഷോകളും. എന്താന്ന് സംഭവിക്കണേ? സമൂഹത്തിൻ്റെ ഗൗരവമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഒരു ലൈംഗികമായ ഒരു വ്യക്തിയുടെ പ്രശ്നത്തിനെ മാത്രം എടുത്തുകൊണ്ട് ഒരു അപസർപ്പക കഥ പോലെ, ഒരു ഡിറ്റക്റ്റീവ് നോവൽ പോലെ, ഒരു സീരിയൽ പോലെ അതിനെ പൊടിപ്പും തൊങ്ങലും വെച്ച് കാണാത്തതെല്ലാം വർണ്ണിച്ച് മലീമസമായത് കേൾക്കാനുള്ള ഒരു ആസക്തി ഉണ്ടാക്കിയെടുത്ത് ഇന്ത്യ രാജ്യത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് പോലും ഒഴുകിപ്പോകുന്നു. മാധ്യമങ്ങൾ പോലും സത്യത്തിൽ ആഹ്ലാദിക്കാനുള്ള ഒരു പ്രേരണയും ഒരു കാഴ്ചപ്പാടും പകർന്നു കൊടുക്കേണ്ടതിന് പകരം ഇങ്ങനെയുള്ള ആഹ്ലാദിക്കാനും അത് ജനങ്ങളുടെ ബോധ്യങ്ങളാക്കി രൂപാന്തരപ്പെടുത്താനാണ് പറയുന്നത്. മറ്റുള്ളൊരു അനീതി ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷിക്കുന്ന ഒരു വിഷമയമായ ഒരു മനോഭാവമാണത്. കാരണം ആർക്കെങ്കിലും ഒരു തെറ്റ് പറ്റി അതെടുത്ത് കാട്ടി പൊലിപ്പിച്ച് അത് അല്ലേ, അതിലിങ്ങനെ പറഞ്ഞ് നമ്മൾ ഈ കല്യാണത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിലേ, തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ കുട്ടീനെ കാണാൻ ഇച്ചിരി ഭംഗി കുറവുണ്ടാവാൻ, ചിലപ്പോൾ ഇത്തിരി സാമ്പത്തികമായ കുറവായിരിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് നല്ല ഒരു ബന്ധുത അവർക്ക് വന്ന് അത് ഉറപ്പിച്ചു എന്ന് വിചാരിക്കാം. അപ്പം ഇപ്പുറത്തെ വീട്ടിലെ ആൾ പറയണേ, ഇത്ര നല്ല ബന്ധുത ഇവർക്ക് കിട്ടിയ അത് വേറെ എന്തെങ്കിലും കുഴപ്പം അവർക്ക് ഉണ്ടാവും. സ്ഥിരമായി അങ്ങനെ പറയുന്ന ഡയലോഗ് നമ്മളെപ്പോഴും കേൾക്കണം. അതായത് അവർക്ക് ഇത്രയും കിട്ടാനുള്ള അർഹത ഇല്ല എന്ന് നമ്മളങ്ങോട്ട് തീരുമാനിക്കുന്ന ഒരവസ്ഥയാണ്. അതൊരു വലിയ സത്യം. അവർക്ക് അങ്ങനെ നല്ല ബന്ധപ്പെട്ട് അവർ രക്ഷപ്പെട്ടോട്ടെ എന്നല്ല ചിന്തിക്കുന്നത്. അത് അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. അത് ആഹ്ലാദിക്കാൻ പറ്റുന്നില്ല ആളുകൾക്ക്. അതാണ് പറയണം, അവരുടെ നന്മയിൽ സന്തോഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇതിൽ നമ്മൾ പാപ്പ പറയുന്നതാണ്. അതിന് ഡോക്ടറെ എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല? നമ്മളെപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വമല്ല, നമ്മുടെ മഹത്വമാണ്. അപ്പം ദൈവത്തെ മാറ്റി നിർത്തി നമ്മുടെ മഹത്വം അന്വേഷിക്കുന്നവർക്ക് ഞാൻ മറ്റുള്ളവനേക്കാൾ മേധയാണെന്ന് എപ്പോഴും സ്ഥാപിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാരാണ് എപ്പോഴും അവർ കുറ്റം പറച്ചിലുകളിൽ വരുന്നത്. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ വിലപ്പെട്ടവനാണെന്നുള്ള ബോധ്യത്തിൽ വളർന്നാൽ മാത്രമേ മറ്റുള്ളവരുടെ നന്മയിൽ ആഹ്ലാദിക്കാൻ കഴിയുള്ളൂ. നമ്മൾ സ്നേഹം സത്യത്തിൽ ആഹ്ലാദിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ക്ലിപ്പിങ്ങിലേക്ക് പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും ആ ക്ലിപ്പിംഗ് ശ്രദ്ധിക്കാം.
ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ പരസ്പരം സ്നേഹം പങ്കുവയ്ക്കലാണ്. ആ സ്നേഹം പങ്കുവയ്ക്കൽ ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലൊക്കെ ഉടനീളം പുലർത്തി പോന്നിട്ടുണ്ട്. സ്നേഹിക്കാനും മുഖം വീർപ്പിക്കാനും പിണങ്ങാനും ഒക്കെ സന്ദർഭം ഉണ്ടായാൽ പോലും ഒടുവിൽ ചെന്ന് മുട്ടുക സ്നേഹത്തിൻ്റെ ഒരു ശിലയിലാണ്. അത്രയും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം മുമ്പോട്ട് പോകുന്നത്. 59 കൊല്ലം കഴിഞ്ഞു ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം ആരംഭിച്ച് 60-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇത്രയും കാലം ദാമ്പത്യ ജീവിതം സുഗമമായി മുമ്പോട്ട് പോകാൻ അനുഗ്രഹിച്ചതിന്, ആയുസ് തന്നതിന് ദൈവത്തിന് പ്രത്യേകമായി നന്ദി പറയുക. 60 വർഷം നീണ്ട വർഷം സ്നേഹിച്ചും സ്നേഹിച്ചും സഹിച്ചും സഹകരിച്ചും വിട്ടുവീഴ്ച ചെയ്തും ഞങ്ങൾ ദാമ്പത്യം മുമ്പോട്ട് കൊണ്ടുപോയി. ഞാൻ 9 മക്കളിൽ മൂത്തവനാണ്. എൻ്റെ താഴെ 8 പേരാ. 4 സഹോദരികളും 4 സഹോദരന്മാരും. അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറായിട്ട് സാമ്പത്തികമായി യാതൊരു കഴിവുമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. അതൊക്കെ മറികടന്ന് എൻ്റെ കഠിനമായ അധ്വാനത്തിലൂടെ, തീവ്രമായ പരിശ്രമത്തിലൂടെ, അടിയുറച്ച ഈശ്വരവിശ്വാസത്തിലൂടെ, 100% സത്യസന്ധതയിലൂടെ വളർന്നു. സാമ്പത്തികമായി വളർന്നു, നാടകരംഗത്തും വളർന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ എൻ്റെ സഹോദരന്മാരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ ദൈവം അവസരങ്ങൾ തന്നു. അതിനൊക്കെ എൻ്റെ ഒപ്പം കൂട്ടുനിന്നത് എൻ്റെ സഹധർമ്മിണി ലിസിയാണ്. എത്ര ബുദ്ധിമുട്ടുണ്ടായാലും അതിനൊക്കെ തരണം ചെയ്യാൻ വേണ്ട അഡ്വൈസ് തരിക. അത് സാരമില്ല, നിങ്ങളത് ചെയ്തോ, കുഴപ്പമില്ല, നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഉത്തേജനം തരുന്ന ഒരു പ്രക്രിയയാണ് എൻ്റെ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് എനിക്കുണ്ടായിട്ടുള്ളത്. അതുതന്നെ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ മുഖ്യമായൊരു ഘടകമാണ്. ഞാനും ചേട്ടനും കൂടിയിട്ട് തന്നെയാണ് ഈ എല്ലാ കാര്യങ്ങളും ഭംഗി പോലെ നിർവഹിക്കാൻ ഞങ്ങൾക്ക് സഹായമായിട്ടുള്ളത്. വേറെ ആരും ഇല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തന്നെയാണ് അവരെ നയിക്കുന്നതും മക്കളെ നയിക്കുന്നതായാലും അവർ സന്തോഷിക്കണം. ഏത് തരത്തിലായാലും കൂടുതലും അവരെ നല്ല രീതിയിൽ വളർത്താൻ അതിന് വേണ്ട പ്രത്യേക ഒരു അനുഗ്രഹമാണ് എനിക്ക് ദൈവം തന്നിട്ടുള്ളത്. എന്നോട് ജോസേട്ടൻ ചോദിക്കും, നിനക്ക് എങ്ങനെയാണ് അവരെ ഇതുപോലെ സ്നേഹിക്കാൻ പറ്റണമെന്ന് ചോദിക്കാറുണ്ട്. കുട്ടികളെ ദേഷ്യപ്പെടാൻ എനിക്ക് ഇഷ്ടമില്ല കൂടുതൽ. കാരണം അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ സ്നേഹിക്കാനാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം ഒഴുക്കിന് അനുകൂലമായി നീങ്ങുന്ന ഒരു പ്രക്രിയയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന, ഒഴുക്കിന് അനുസരിച്ച് നീങ്ങുന്ന ഒരു ദാമ്പത്യമാണ് ഞങ്ങളുടെ. ചെറിയ ചെറിയ സംഘർഷങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. അത് ഞങ്ങൾ പരസ്പരം കൺസൾട്ട് ചെയ്ത് ആ കൺസൾട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എന്തും ഒരു സുപ്രധാനമായൊരു തീരുമാനം എടുക്കണമെങ്കിൽ ഞാനും ലിസിയും കൂടിയാലോചിച്ച് അത് ഭാവിയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങളുടെ തീരുമാനത്തിലെത്തും. അത് ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ തീരുമാനങ്ങളൊന്നും തെറ്റിപ്പോയിട്ടില്ല. അതൊക്കെ നല്ല ഫലങ്ങളെ തന്നിട്ടുള്ളൂ എന്നുള്ള ഒരു സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പാപ്പ ഇതിൽ പറയുന്ന പോലെ മറ്റുള്ളവരെ ക്ഷേമത്തിൽ എങ്ങനെ സന്തോഷിക്കണമെന്ന് പഠിക്കുന്നതിൽ നാം പരാജയപ്പെടുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളർത്തിയെടുക്കണം. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമ്മൾ സന്തോഷിക്കാൻ, മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കാൻ നമ്മൾ ബോധപൂർവം അങ്ങനെയുള്ള ഒരു പഠിപ്പിക്കൽ മാത്രമല്ല പരിശീലിപ്പിക്കുകയും ചെയ്യണം. വാസ്തവത്തിലെ കുഞ്ഞുനാൾ മുതൽ തന്നെ ചില മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മമാരൊക്കെ വളരെ കരുതലോടുകൂടെ അത് പരിശീലിപ്പിക്കുന്നത് കാണാം. ചേട്ടന്റെ വിജയത്തിൽ അല്ലെങ്കിൽ നന്മ കാണുമ്പോൾ സന്തോഷിക്കാൻ, അത് കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളിലൊക്കെ ഇപ്പോൾ വിളിച്ചൊന്ന് ഫോൺ വിളിച്ച് അഭിനന്ദിച്ചു, അത് കുട്ടികൾക്ക് നൽകുന്ന ഒരു പ്രചോദനവും ഒരു മാതൃകയുണ്ട്. ഞാനൊരു കൊച്ചു കഥ വായിച്ചത് ഓർക്കാണ്. ഒരു ദിവസം അപ്പനും അമ്മയും മോനും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോൻ ഇടയ്ക്കിടയ്ക്ക് അപ്പൻ്റെ മുഖത്ത് നോക്കുന്നുണ്ട്. അപ്പൻ്റെ കാര്യം മനസ്സിലായി. രണ്ടുപേരും ഭക്ഷണം കഴിഞ്ഞ് കൈ കഴുകാൻ പോണ നേരത്തെ മോൻ അപ്പനോട് ചോദിക്കുകയാണ്, അപ്പൻ എങ്ങനെയാണ് ഈ കരിഞ്ഞ ചപ്പാത്തി കഴിക്കാൻ പറ്റിയേ? അപ്പോൾ അപ്പൻ കൊടുക്കുന്ന ഒരു വാചകമുണ്ട്, മോനെ, അമ്മ പകല് പണിക്ക് ജോലിക്ക് പോയി തിരികെ വന്ന് ചപ്പാത്തി ഉണ്ടാക്കി നമുക്കിത്രയൊക്കെ തരുന്നു. ഒരു ചപ്പാത്തി ഒരു ദിവസം ഒന്ന് കരിഞ്ഞത് കഴിച്ചത് കൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാകില്ല.
അമ്മയെക്കുറിച്ച് അപ്പൻ നൽകിയ ഒരു അഭിനന്ദനമുണ്ട്. അതൊരു സത്യമാണ്, യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിൽ നമുക്കറിയാം ആ അപ്പൻ്റെ ഒരു മനോഭാവം, അത് മകന് കൊടുത്ത വലിയൊരു മാതൃകയാണ്. ഈ മകൻ പിന്നീട് വലുതാകുമ്പോൾ പറയാണ്, മറ്റുള്ളവരിലെ നന്മ കാണാനും അഭിനന്ദിക്കാനുള്ള പ്രചോദനം കിട്ടിയത് ഈ അപ്പൻ്റെ ഈ ജീവിത പരിശീലനത്തിൽ നിന്നാണെന്ന് പറയാണ്. ഇന്ന് പൊതുവെ നിങ്ങൾ സിനിമകൾ പരിശോധിക്കുക. ആ സിനിമകൾ പരിശോധിച്ചാൽ, കഥകൾ പരിശോധിച്ചാൽ മാർപ്പാപ്പ പറയുന്നത് ലോകത്തിൻ്റെ മൂല്യം പ്രതികാരത്തിൻ്റെയാണ്, പക്ഷെ ദൈവത്തിൻ്റെ മൂല്യം ക്ഷമിക്കുന്നതിൻ്റെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സത്യം ഏതാണ്? ക്ഷമിക്കുന്നവൻ വിജയിക്കുമെന്നാണോ പ്രതികാരം ചെയ്യുന്നവൻ വിജയിക്കുമെന്നാണോ? പക്ഷേ എല്ലാ സീരിയലുകളും വികസിപ്പിച്ചു കൊണ്ടുവരുന്നത്, എല്ലാ സിനിമകളും വികസിപ്പിച്ചു കൊണ്ടുവരുന്നത് എവിടേക്കാണ്? പ്രതികാരം ചെയ്ത് ശത്രുവിനെ കീഴടക്കുമ്പോൾ വിജയിക്കുന്ന ഒരുവൻ, അവനാണ് എല്ലാവരും കൈയടിക്കുന്നത്. മാത്രമല്ല അക്രമത്തിൽ സന്തോഷിക്കാനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആ സത്യത്തിലാണ്, അതാണ് ശരിയെന്ന് വിചാരിക്കുക. അതിന് ഇന്നത്തെ തലമുറ, ഇന്നത്തെ കാലം ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. തെറ്റായ ഒരു ധാരണ തന്നെ ആളുകളിൽ അത് തന്നെ മാഷ് പറഞ്ഞ വളരെ കറക്റ്റാണ്. കാരണം ഇത് കണ്ടുകൊണ്ട് ഈ കുട്ടികളിൽ ഇത് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുത്താലും അവർക്ക് ഇത് കണ്ട് ഇതാണ് ശരി എന്നാണ് തോന്നണത്. കുടുംബങ്ങളിലൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടല്ലോ, അവൻ കല്യാണം കഴിഞ്ഞ അവസരത്തിൽ തന്നെ അവളെ ശരിക്കും നിർത്താത്തത് കൊണ്ടാണ് ഇപ്പൊ ഇത് അനുഭവിക്കേണ്ടി വന്നത്, അവൾ എന്റെ തലയിൽ കയറിയത് എന്നൊക്കെ ചിലപ്പോൾ പറയുന്നതിന്റെ അത്. പക്ഷെ അത് എന്തുമാത്രം നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നമുക്കിഷ്ടമില്ലെങ്കിൽ അതിനെ എതിർക്കുക, അല്ലാണ്ട് അതിൻ്റെ യാഥാർത്ഥ്യങ്ങളോ സത്യങ്ങളോ തിരിച്ചറിയാനുള്ള ഒരു ക്ഷമയൊന്നും കാണിക്കാതെ വരുന്നു എന്നുള്ളതാണ്. വാസ്തവത്തിൽ സത്യത്തിൽ ആഹ്ലാദിക്കുന്നു എന്ന് പറയുമ്പോൾ കരയുന്നവരോടുകൂടി കരയാനും, ചിരിക്കുന്നവരോടുകൂടി ചിരിക്കാനും, ആഹ്ലാദിക്കുന്നവരോടുകൂടി ആഹ്ലാദിച്ച് തിമർക്കാനൊക്കെയാണ് മാർപ്പാപ്പ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. ഇതിൽ പറയാണ്, മറ്റുള്ളവരെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നവരെ നമ്മുടെ കർത്താവ് സവിശേഷമാംവിധം വിലമതിക്കുന്നു. അപ്പോൾ ഈ സത്യത്തിൽ നമ്മൾ ആഹ്ലാദിക്കുമ്പോൾ ദൈവം പോലും നമ്മെ വിലമതിക്കുന്നു എന്ന് ഇവിടെ പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വളരെ വാസ്തവമാണ്. ശരിക്കും ദൈവം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എപ്പോഴാണ്? പാപിയുടെ തിരിച്ചുവരവിലാണ്. എന്ന് പറഞ്ഞാൽ തിരിച്ചുവരവ് ഒരു യാഥാർത്ഥ്യമാണ്, അതൊരു സത്യമാണ്. ആ മാനസാന്തരം എന്നുള്ളത്, അവൻ്റെ പാപങ്ങളെക്കുറിച്ചൊന്നുമല്ല ദൈവം ആ നേരത്തെ ചിന്തിക്കുന്നത്. അവൻ തിരിച്ചു വരുന്നു. ആ തിരിച്ചുവരവിൽ യാഥാർത്ഥ്യത്തിൽ ദൈവം സന്തോഷിക്കുകയും പാപിനിക്ക് പൊറുതി കൊടുക്കുന്ന ആ ചിത്രമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. ബാക്കി എല്ലാവരും കുറ്റപ്പെടുത്തുന്നു. അവിടെ തെറ്റാണ്, യാഥാർത്ഥ്യമാണ്. പക്ഷേ എങ്കിൽ കൂടി നമ്മൾ അവൾ തിരിച്ചു വരാൻ തയ്യാറാകുന്നു. ആ തിരിച്ചുവരവിൽ ദൈവം സന്തോഷിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കാത്ത ആൾക്കാരുണ്ട്. ശരിക്കും അവളെ വെട്ടിക്കൊല്ലാണ് വേണ്ടത്. അപ്പോൾ യഹൂദ പാരമ്പര്യത്തിൽ അവർ യേശു ക്രിസ്തുവിന് എതിരെ കാണുന്ന ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് അവളോട് ക്ഷമിച്ചു എന്നതാണ്. ആ ഭീകരമാണത്. അപ്പോൾ ക്ഷമിക്കുക എന്നതിനെ ബലഹീനതയും കഴിവുകുറവുമായിട്ട് കാണുകയും ശത്രുവിനെ പ്രതികാരം ചെയ്യുന്നതിനെ ആണത്തവും സത്യവുമായി കാണുകയും ചെയ്യുന്ന ഒരു തലതിരിഞ്ഞ ലോകത്തോടാണ് മാർപ്പാപ്പ പറയണേ, സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ സത്യത്തിൽ ആഹ്ലാദിക്കും. യഥാർത്ഥമായി സത്യം നമ്മൾ തിരിച്ചറിയാൻ ബാധ്യസ്ഥരാണ്. മാധ്യമങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടെങ്കിലും സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് ഉത്തരവാദിത്തം ഉണ്ടെന്ന്. അതുപോലെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ കുടുംബങ്ങളിലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പരസ്പര മത്സരങ്ങൾ അങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഈ മത്സരം എന്ന് പറയുന്നത് ഞാനാണോ വലുത്, നീയാണോ വലുത്? ഭാര്യയ്ക്കൊരു നന്മയുണ്ടാകുമ്പോൾ, ഭാര്യയുടെ ജീവിതത്തിലെ ശമ്പളത്തിലെ ഒരു വർധനവുണ്ടായി, അല്ലെങ്കിൽ ഭാര്യയ്ക്കൊരു പ്രൊമോഷൻ കിട്ടി, അല്ലെങ്കിൽ ഭർത്താവിനാകട്ടെ, ഇത് പരസ്പരം സന്തോഷിക്കാനും അതിൽ ആ ഒരു നന്മ പരസ്പരം കണ്ട് പ്രോത്സാഹിപ്പിക്കാനും സാധിച്ചാൽ എന്തൊരു സന്തോഷമുള്ള സ്ഥലമായിരിക്കും കുടുംബം. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ ഭീകരമായി മദ്യപാനത്തിൽ പെട്ടു. കാരണം ഇദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം ജീവിക്കാനേ തികയുന്നുള്ളൂ. എന്നാൽ ഭാര്യയ്ക്ക് 4 ലക്ഷം രൂപയാണ് ശമ്പളം. അതിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം അവളാണല്ലോ കൂടുതൽ ശമ്പളം, ഞാനാണല്ലോ ചെറുത് എന്ന് പറഞ്ഞ് മനക്ലേശം വന്ന മദ്യപാനിയായി പോയി. എൻ്റെ ഭാര്യയ്ക്ക് 4 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ദൈവമേ
നന്ദി എന്നല്ലേ പറയേണ്ടത്. ഞാൻ ഓർക്കുന്ന ഒരു പത്രത്തിൻ്റെ വലിയ പത്രാധിപനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ പത്രാധിപനേക്കാൾ വലിയ ഫേമസ് ആയിട്ടുള്ള പാചക കുറിപ്പുകളൊക്കെ എഴുതുന്ന. പക്ഷെ ആത്മകഥയിൽ ഈ പത്രാധിപൻ പറയുന്നുണ്ട്, എന്നേക്കാൾ ജനങ്ങൾ അവളെയാണ് തിരിച്ചറിയുന്നത്. ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ ഇത്രയും വലിയ പത്രത്തിൻ്റെ പത്രാധിപനായിട്ടുള്ള എന്നെ പോലും തിരിച്ചറിയുന്നതിന് പകരം അവളെ തിരിച്ചറിയുന്നു. ആദ്യഘട്ടങ്ങളിൽ എനിക്ക് ശരിക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. പക്ഷെ ക്രമേണ ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു, അവൾക്കുള്ള നന്മകളെ ദൈവം മനുഷ്യർ തിരിച്ചറിഞ്ഞ് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് സന്തോഷമല്ലേ, അത് എനിക്കുള്ളൊരു കോംപ്ലിമെൻറ്റും കൂടിയല്ലേ, ഞങ്ങൾ പരസ്പര പൂരകങ്ങളായി തീരല്ലേ. അപ്പോൾ അവിടെ മത്സരങ്ങളല്ല വേണ്ടത്. ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ പരസ്പരം പൂരകങ്ങളാക്കുകയും വളർത്തുകയും ചെയ്യുക. കാരണം രണ്ടു കൂട്ടർക്കും ഒരേപോലെ നന്മയുണ്ടാകണമെന്നില്ല. പരസ്പരമുള്ള നന്മകളെ, സത്യങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ ഈ ചർച്ചയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ പാപ്പ ഇതിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. കുടുംബാംഗങ്ങളിൽ ഒരാൾക്ക് ഒരു നന്മയുണ്ടാകുമ്പോൾ മറ്റുള്ളവർ അയാളോടൊപ്പം ആഘോഷിക്കാനുണ്ടാകുമെന്ന് അറിയുന്ന ഒരിടമായിരിക്കണം കുടുംബം. അതേ സ്നേഹമുള്ളവരെ, നമ്മുടെ നന്മകളിൽ സത്യത്തിൽ ആഹ്ലാദിക്കാൻ സ്നേഹത്തിന് സാധിക്കും. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് സ്നേഹം സത്യത്തിൽ ആഹ്ലാദിക്കുന്നു എന്നുള്ളത്. മറ്റുള്ളവരുടെ നന്മയിൽ പരസ്പരം സന്തോഷിക്കാനും സത്യത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് പരസ്പരം കുടുംബ ബന്ധത്തെ കൂടുതൽ ഊഷ്മളമാക്കാനും നമുക്ക് സാധിക്കട്ടെ. അതിനായിട്ട് ഈ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം നമുക്ക് ആശംസിക്കാം. പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.